ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 18-ാം സങ്കീർത്തനം 29-ാം തിരുവചനം. അവിടുത്തെ സഹായത്താൽ സൈന്യ നിറയെ ഞാൻ ഭേദിക്കും. സങ്കീർത്തകനായ ദാവീദിന്റെ വലിയ ഉറപ്പായിരുന്നു ഇത്. എന്റെ കർത്താവിന്റെ സഹായത്താൽ ശത്രു നിറയെ ഞാൻ ഭേദിക്കും. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ അല്പസമയം സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ അടിച്ച് ആത്മനിറവോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാം മറന്ന് അനേകം ആയിരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ തീയായി പടരുന്ന സമയം പൈശാചിക അടിസ്ഥാനങ്ങള്, പാപബന്ധനങ്ങള് തകർക്കപ്പെടുകയാണ്. ഹൃദയം തുറന്ന് ആടി പാടി കർത്താവിനെ സ്തുതിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാപിതാവേ, കർത്താവിന്റെ സൈന്യമായി ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് ഏറ്റുപാടി. സാത്താന്റെ കോട്ടകൾ തകർത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പൈശാചിക പോരുകളെ നിർവീര്യമാക്കണമേ. വിശ്വാസ സത്യങ്ങൾ കാത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. അതാണ് നമ്മൾ ഓരോരുത്തരും ആ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവിന്റെ സൈന്യം നമ്മൾ, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. അപ്പാവേ, 10,000-ങ്ങളിൽ കത്തി പടരണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. ആടി പാടി ആത്മാവിൽ മൂവ് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ആത്മാവിൽ ചലിച്ചുകൊണ്ട് പാടിയേ. സാത്താന്റെ കോട്ടകൾ തകർത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. അതാണ് സഭ. ഇരുവശങ്ങളിലേക്ക് കരങ്ങളിച്ച് ശക്തിയോടെ വിശ്വാസ സത്യങ്ങൾ കാത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കുടുംബങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ. പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ. പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം, പരിശുദ്ധാത്മാവിന്റെ സൈന്യം. ആർപ്പോടെന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സൈന്യം. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ സൈന്യമായി നമ്മൾ അഭിഷേകിതരാകുവാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സൈന്യമായി സഭയിൽ കത്തിച്ചൊലിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പൈശാചിക പോരുകളെ, സാത്താന്യ പോരാട്ടങ്ങളെ, അന്ധകാരാധിപത്യ അധികാര ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. എല്ലാ മുഖങ്ങളെ മുടിക്കണമേ. പരിശുദ്ധാത്മാവേ, ആയിരങ്ങളെ, 10,000-ങ്ങളെ യേശുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വർഗത്തിന്റെ ദൂതകൾ ഏറ്റെടുത്ത് ഞങ്ങൾ തന്നെ വിശദീകരിക്കുവാനും അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ ശുശ്രൂഷ വഴി ജനലക്ഷങ്ങളെ സജ്ജമാക്കണമേ. പരിശുദ്ധാത്മാവേ, വരണമേ. ഈ
ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്യണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. നന്ദിയോടെ സ്തുതിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. എതിർ ചിന്തകള്, എതിർ പ്രാർത്ഥനകള്, എതിർ പൂജകളെ നിർവീര്യമാക്കണമേ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന എല്ലാ പൈശാചികാധിപത്യങ്ങളും സാത്താന്യ പോരുകളും നാരകീയ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഓരോ വ്യക്തിയും ഓരോ കുടുംബവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. എല്ലാ ദുഃഖ ദുരിതങ്ങളിലും, എല്ലാ തകർച്ചകളിലും, പരാജയങ്ങളിലും പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഗ്ലോറി, ഗ്ലോറി. താങ്ക് യു, താങ്ക് യു ലോർഡ്. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപേ, ഞങ്ങളെല്ലാവരും ആത്മാവിന്റെ തീപന്തങ്ങളായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ നവീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ താഴ്മയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മറിയം കാലത്തിന്റെ അടയാളം. മറിയം കാലത്തിന്റെ അടയാളം. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു, ഈ കാലഘട്ടത്തിൽ അമ്മയ്ക്കുള്ള പ്രാധാന്യത. ദൈവജനത്തെ ഈ കാലയളവിൽ പരിശുദ്ധ മറിയത്തിലൂടെയാണ് ത്രിയേക ദൈവം നയിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായ സന്ദേശമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ പരിശുദ്ധ മറിയം വഴി സ്വർഗം നമുക്ക് നൽകിയത്. അത് ഈ കാലഘട്ടത്തിനുള്ള സ്വർഗത്തിൻ്റെ വലിയ മുന്നറിയിപ്പാണ്. ഫാത്തിമയിൽ അവസാന പ്രത്യക്ഷീകരണത്തിൽ സൂര്യനിലുണ്ടായ അത്ഭുതം വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. പലർക്കും ഇതിൽ ചെറിയ സംശയം തോന്നി. ഇതൊക്കെ സത്യമാണോ? ഇതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണോ? ചിലരെങ്കിലും സംശയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കെട്ടുകഥയല്ല, ഒരു മിഥ്യയായ കാര്യമല്ല. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം ലോക ചരിത്രത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ ഒരു വലിയ യാഥാർത്ഥ്യമാണിത്. 1917 ഒക്ടോബർ 13 പോർച്ചുഗലിലെ ഫാത്തിമയിലുണ്ടായ ഈ മഹാ അത്ഭുതം ആ നാളുകളിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ നാളുകളിലെ പത്ര റിപ്പോർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ആയിരങ്ങൾ ഈ മഹാദൃശ്യം കാണുവാൻ ഫാത്തിമയിൽ കുന്നിൻ ചെരുവിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. 10,000ങ്ങളിലേക്ക് സൂര്യനിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രശ്മികളിതാ പ്രവഹിക്കപ്പെടുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുകയാണ്. ആയിരങ്ങൾ തടിച്ചുകൂടി കൊടയൊക്കെ പിടിച്ച് നിൽക്കുക. ആ നാളുകളിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണിത്. നമ്മളിപ്പോൾ കാണുന്നത് ആ 3 ഇടയ കുഞ്ഞുങ്ങളാണ്, ജസീന്ത, ഫ്രാൻസിസ്, ലൂസി. പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എളിമയുള്ളവരാകണം. കർത്താവ് തന്നെ പരിശുദ്ധാത്മം നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് അങ്ങ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം എടുത്ത് പഠിക്കുമ്പോൾ പലപ്പോഴും മറിയം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ്. വളരെ ബുദ്ധിമാന്മാരായ, ലോകത്തിന് മുമ്പിൽ ഉന്നതമായ പദവിയും കഴിവുകളും ഉള്ളവരെയല്ല സ്വർഗം തെരഞ്ഞെടുത്തത്. പാവപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ മറിയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. എന്താ ഇതിന് കാരണം?
അവർ വളരെ നിഷ്കളങ്കരാണ്, എളിമയുള്ളവരാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് സഭയിൽ ജീവിച്ച വളരെ വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, മദർ മരിയാന. ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുകയാണ്. മറിയത്തിൻ്റെ വാക്കുകൾ സ്വർഗത്തിൻ്റെ വാക്കുകളാണ്. സഭ ഈ സന്ദേശങ്ങളെല്ലാം അംഗീകരിച്ചു. 400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കന്യാസ്ത്രീയുടെ ശരീരം അഴുകിയിട്ടില്ല. തൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലത്തിന്റെ അടയാളമാണ് മദർ മരിയാന. പരിശുദ്ധ മറിയം ഈ കന്യാസ്ത്രീയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എളിമയും തീക്ഷ്ണതയുമുള്ള ആത്മാക്കൾക്ക് മാത്രമേ എന്റെ പ്രതീക്ഷീകരണങ്ങളിൽ വിശ്വസിക്കാൻ കഴിയൂ. എന്തെന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് തന്റെ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് തങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാമെന്ന് ധരിക്കുന്നവരോടോ വ്യർത്ഥമായ പാണ്ഡിത്യമുള്ളവരോടോ അല്ല, മറിച്ച് ഹൃദയത്തിൽ എളിമയുള്ളവരോടും കൃപയുടെ പ്രചോദനങ്ങളോട് വിധേയത്വമുള്ളവരോടുമാണ്. ഈ സന്ദേശത്തിൽ സ്വർഗം പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ആത്മാവിൽ എളിമയുള്ളവരാകണം. എളിമയുള്ളവർക്കാണ് കർത്താവ് കൃപകൾ നൽകുന്നത്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവിധത്തിലുള്ള ദുഷിപ്പും അക്രമവും നിറഞ്ഞ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ പൗലോസ്ലീഹ ഈ കാലഘട്ടത്തെ കാണുകയാണ്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ആ കാലഘട്ടത്തിലെ മനുഷ്യര് സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും മാതാപിതാക്കൾ അനുസരിക്കാത്തവരും ഗർഭിഷ്ഠരും വിശുദ്ധിയില്ലാത്തവരും എടുത്തുചാട്ടക്കാരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുമാകും. എത്ര കൃത്യമായിട്ടാണ് നമ്മൾ അധിവസിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് പൗലോസ് വ്യക്തമായി പറയുന്നത്. കാലത്തിന് അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും നമ്മൾ ആത്മാവിൽ വിവേചിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ലോകത്തിൽ ഇതുപോലെ അക്രമങ്ങളും അനീതികളും വഴിവിട്ട ലൈംഗികതകളും മ്ലേച്ഛതകളും എല്ലാവിധത്തിലുള്ള പാപത്തിൻ്റെ അതിപ്രസരവും വർദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ അസ്വസ്ഥരാകേണ്ട. പരിശുദ്ധ മറിയം വിശുദ്ധനായ ജുവാൻ ഡീഗോയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തുകയോ ആകുലപ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. നിങ്ങളുടെ അമ്മയായ ഞാൻ ഇവിടെയില്ലേ? നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിന് കീഴിലല്ലേ? ഞാൻ നിങ്ങളുടെ സ്വസ്ഥതയല്ലേ? ഒന്നും നിങ്ങളെ അസ്വസ്ഥരാക്കുകയോ ആകുലപ്പെടുത്തുകയോ ചെയ്യരുത്. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. അമ്മ തൻ്റെ മാതൃസ്നേഹം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് അമ്മ നമ്മോട് പറഞ്ഞത്? എല്ലാറ്റിലുമുപരി വിഷാദാത്മകമായ ഈ നാളുകളിൽ അനിയന്ത്രിതമായ സുഖഭോഗങ്ങളുടെ പ്രലോഭനങ്ങളാൽ അസംഖ്യമാന്മാക്കൾ ചാബല്യപ്പെട്ട് പാപക്കെണിയിൽപ്പെടും. കുട്ടികളിൽ നിഷ്കളങ്കതയോ സ്ത്രീകളിൽ മിതത്വമോ കാണപ്പെടുകയില്ല. സഭയുടെ അതിപ്രധാനമായ ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ടവർ നിശബ്ദരാകും. ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള സമയമാണ്. സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വലിയ ദൗത്യം എന്താണ്? സാത്താന്റെ ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തുകയും ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവർ ആനന്ദിക്കുവിൻ, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ വചനത്തിലൂടെ
നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് പിശാച് അരിശം കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വളരെ നിർണായകമായൊരു വചനമാണിത്. നമ്മേക്കാൾ എത്രയും അധികമായി പിശാചിനറിയാം ഇനി അധികം സമയമില്ല. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകം ആത്മാക്കൾ നിത്യരക്ഷ പ്രാപിക്കുമാറ് ഒരു പുതിയ പെന്തക്കോസ്ത സഭയിൽ ലോകത്തിലും വെളിപ്പെടാൻ പോവുകയാണ്. ഈ വലിയ യാഥാർത്ഥ്യം നമ്മളെക്കാൾ അധികമായി പിശാചിനറിയാം. അതുകൊണ്ട് സാത്താൻ തൻ്റെ സകല സൈന്യത്തെയും അണിനിരത്തിയിരിക്കുകയാണ്. ദൈവജനത്തെ ദുഷിപ്പിക്കുവാൻ, ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിക്കുവാൻ. കാരണം ദൈവത്തിൻ്റെ വചനം പിശാചിന് വിളിക്കുന്ന പേര് ഡിസീവർ എന്നാണ്. അവൻ വഞ്ചിക്കുകയാണ്. തിന്മയായതിനെ വളരെ നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആത്മാക്കളെയാണ് നിത്യനാശത്തിലേക്ക് പിശാച് എന്ന് കൊണ്ടുപോകുന്നത്. നന്മയായിട്ടുള്ള കാര്യങ്ങളെ തിന്മയായി അവതരിപ്പിച്ച് അത് വിശ്വസിപ്പിച്ച് അന്ധതയിലേക്ക് സാത്താൻ ആയിരങ്ങളെ ഇന്ന് തള്ളിവിടുകയാണ്. ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയുന്നു. വെളിപാട് 12:9 വചനം പറയുകയാണ്, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. സാത്താൻ വഞ്ചകനാണ്. പിശാചിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വഞ്ചിക്കലാണ്. ഇന്ന് എന്തുമാത്രം ആത്മാക്കളെയാണ് പിശാച് ഇതുപോലെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധിയെ അശുദ്ധിയായി ചിത്രീകരിക്കുക, അശുദ്ധമായ കാര്യങ്ങളെ വിശുദ്ധമായി ചിത്രീകരിക്കുക. ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊടുത്ത് അതിലേക്ക് ജനലക്ഷങ്ങൾ ആകർഷിപ്പിക്കുക. നമ്മൾ എന്തുമാത്രം അതിനെക്കുറിച്ച് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഇന്ന് അനേകരുടെ മനസ്സിനെ സാത്താൻ അന്ധമാക്കിയിരിക്കുക. എന്തുമാത്രം ആത്മാക്കളാണ് സുഖലോലുപതയിലും ലൗകികതയിലും ജഡികതയിലും പെട്ട് നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ലോകത്തോട് പറഞ്ഞൊരു സത്യമുണ്ട്. ജഡത്തിൻ്റെ പാപങ്ങൾ മൂലമാണ് ഇന്ന് അനേകം ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നത്. ജഡീകമായ പാപങ്ങൾ മൂലമാണ് ഇന്ന് അനേകം ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകുന്നത്. ഇതൊന്നും തമാശയല്ല. പരിശുദ്ധ മറിയത്തിന് ഈ കാലഘട്ടത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട്. അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്, പിതാവിൻ്റെ പ്രിയപുത്രിയാണ്. അവൾ ഭൂലോക സ്വർഗങ്ങളുടെ രാജ്ഞിയാണ്. പിശാചിനെതിരായിട്ടുള്ള അന്തിമ യുദ്ധത്തിൽ കർത്താവിൻ്റെ സൈന്യനിരയെ സജ്ജമാക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ് പരിശുദ്ധ മറിയം. ത്രിയേക ദൈവം ഈ നിയോഗം അമ്മയ്ക്കാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ മറിയത്തിലൂടെയാണ് കർത്താവിൻ്റെ സൈന്യനിരയെ സ്വർഗം ഇന്ന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. സഭയിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട്. അദ്ദേഹം സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു പുസ്തകമാണ് മലയാളത്തിൽ യഥാർത്ഥ മരിയ ഭക്തി. സാധിക്കുന്നവരൊക്കെ ഈ പുസ്തകം വാങ്ങി വായിക്കണം. പ്രവചനാത്മാവിൽ വിശുദ്ധൻ പ്രവചിക്കുകയാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ കണ്ട്. അന്ത്യകാലങ്ങളിൽ മറിയത്തിൻ്റെ പങ്കിനെക്കുറിച്ചും മറിയത്തിന് സ്വർഗം കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് പ്രവചിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മറിയം വഴി ആരംഭിച്ച ലോക പരിത്രാണ കർമ്മം മറിയം വഴി തന്നെയാണ് പൂർത്തിയാകേണ്ടത്. അന്ത്യകാലങ്ങളിൽ മറിയത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ഇതിനുള്ള കാരണങ്ങൾ? അന്ത്യകാലങ്ങളിൽ മറിയത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണങ്ങളെന്ന് വിശുദ്ധൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു തന്റെ പ്രഥമ ആഗമനത്തിന് ഒരു മാർഗം സ്വീകരിച്ചു, അതാണ് മറിയം. അവിടുത്തെ രണ്ടാം ആഗമനത്തിനും അതേ മാർഗമായിരിക്കും അവിടുന്ന് സ്വീകരിക്കുക. പക്ഷേ അത് മറ്റൊരു ഭാവത്തിലാണെന്ന് മാത്രം.
വീണ്ടും വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്, നീതി സൂര്യനായ ക്രിസ്തുവിന്റെ ഉദയത്തിന് മുൻപ് ഉദിച്ചുയർന്ന് അവിടുത്തെ വരവിനെ അറിയിക്കുന്ന ഉഷകാല നക്ഷത്രമാണ് മറിയം. അതിനാൽ അന്ത്യകാലങ്ങളിൽ മാതൃസഹജമായ വാത്സല്യത്തോടെ മറിയം കരുണയിലും ശക്തിയിലും കൃപാവരത്തിലും പൂർവാധികം ശോഭിതയാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ അന്ത്യകാലങ്ങളിൽ മറിയം പൂർവാധികം മഹത്വത്തോടെ പ്രശോഭിതയാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. എന്താ അതിന് കാരണം? പിശാചിന്റെ അന്തിമമായ യുദ്ധത്തിലാണ്. വെളിപാട് 12:17 നമ്മൾ കണ്ടു. ദൈവ കൽപ്പനകളെ തകിടം മറിക്കുവാൻ, വിശ്വാസ സത്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളെ നശിപ്പിക്കുവാൻ ഇന്ന് സാത്താൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ കർത്താവിൻ്റെ സൈന്യത്തെ നയിക്കുന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായം 4-ാം തിരുവചനം. സഭ ആരാണ്? സഭ കർത്താവിൻ്റെ സൈന്യമാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സൈന്യമാണ്. വി ആർ ദ സോൾജിയേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളാണ് ദൈവത്തിൻ്റെ ജനം. 6:4 വചനം വെളിപ്പെടുത്തുന്നു, മണവാളൻ തന്റെ മണവാട്ടിയോട് പങ്കുവെക്കുക. ആരാ നമ്മുടെ മണവാളൻ? കർത്താവായ യേശുവാണ്. മണവാട്ടി അവിടുത്തെ സഭയാണ്. സഭ ദൈവത്തിൻ്റെ ജനമാണ്. തീർസ നഗരം പോലെ എൻ്റെ മണവാട്ടി നീ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയുമാണ്. കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദൈവമാണ്. കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ കർത്താവിൻ്റെ സഭ ആരാണ്? കർത്താവിൻ്റെ സൈന്യമാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ സൈന്യം നിറയെ ത്രിയേകതയും ഇന്ന് സജ്ജമാക്കുന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 പ്രാർത്ഥന, 2 പരിത്യാഗം. പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും പാപികളെ മാനസാന്തരത്തിനും ആത്മാക്കളെ രക്ഷയ്ക്കും വേണ്ടി നമ്മൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. മെജുഗുറിയ കുന്നിൻ ചെരുവുകളിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രേ പ്രേ പ്രേ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രത്യേകമായി ആത്മീയ കരുത്തിനായും മാനസാന്തരങ്ങൾക്കായും സാത്താന്റെ ശ്രമങ്ങളെ നിർവീര്യമാക്കാനായും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ തണുത്തു മരവിച്ച നിങ്ങളുടെ സഹോദരങ്ങളുടെ ഹൃദയങ്ങൾ ഉരുകുകയും എല്ലാ തടസ്സങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യും. പ്രാർത്ഥനയുടെ ശക്തിയാൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ജപമാല മാസത്തിൽ ധാരാളം ജപമാലകൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധനായ ഡൊമിനിക്കിനെ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് ജപമാല വിശ്വസ്തയോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് 15 വാഗ്ദത്തങ്ങൾ അമ്മയിലൂടെ സ്വർഗം നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ കുറെ നമുക്കറിയാവുന്നതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. സഭാവ്യത്യാസം കൂടാതെ ഈ കാലത്തിൽ മറിയത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന മഹനീയമായ സ്ഥാനം മനസ്സിലാക്കി പരിശുദ്ധ മറിയത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ അമ്മയോടൊപ്പം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അധ്വാനിക്കണം. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ 2010 മെയ് 13 ഫാത്തിമയിലോട്ട് കടന്നു ചെന്ന് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ 93 വാർഷികത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ജനലക്ഷങ്ങളോട് പ്രവചനാത്മാവിൽ പരിശുദ്ധ പിതാവ് വിളിച്ചു പറഞ്ഞു. ആ രംഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. തുടർന്ന് പരിശുദ്ധ പിതാവ്
2017 മുന്നിൽ കണ്ടുകൊണ്ട് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ 100-ാം വാർഷികമാണ്. മാർപ്പാപ്പ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇപ്രകാരം വീണ്ടും സഭാമക്കളോട് പറഞ്ഞു, പ്രത്യക്ഷീകരണങ്ങളുടെ 100-ാം വർഷം തികയുന്നതിന് മുൻപുള്ള 7 വർഷങ്ങൾ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിജയത്തിന്റെ പ്രവചനം വേഗത്തിൽ പൂർത്തീകരിക്കുകയും ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വത്തിന് ഇത് കാരണമാവുകയും ചെയ്യട്ടെ. ഒരു വലിയ ആശംസയാണ് പരിശുദ്ധ പിതാവ് സഭയ്ക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം സ്വർഗത്തിൻ്റെ വലിയ പദ്ധതികളാണ്. നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ലോകസുഖങ്ങൾ വിട്ടുകളഞ്ഞ് കർത്താവിനെ പ്രതി ചിലത് നഷ്ടപ്പെടുത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, കൗതാശിക ജീവിതം നയിക്കുവാൻ, സകല അശുദ്ധികളെയും വിട്ടുകളയുവാനുള്ള ഒരു തീരുമാനമാണ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധനായ ജുവാൻ ഡിയാഗിയിലൂടെ പരിശുദ്ധമ്മ പറഞ്ഞു, അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, അമ്മ നിങ്ങളുടെ ഒപ്പമില്ലേ. ഈ വാത്സല്യം, ഈ സ്വാന്തനം ഏറ്റുവാങ്ങി നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ കർത്താവിനായി സമർപ്പിച്ച് അവിടുത്തെ സൈന്യമായി ഈ ലോകത്തിൽ കത്തിജ്വലിക്കാം. എന്ത് വില കൊടുത്തും നശിക്കുന്ന ഓരാത്മാവിനെയും നിത്യതയ്ക്കായി നമുക്ക് നേടാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഈയപ്പം ഭക്ഷിപ്പോരെന്നും ജീവിക്കും, ഈയപ്പം ദൈവത്തിൻ ദാനമല്ലയോ. വിശുദ്ധിയിൽ മഹത്വപൂർണനായ കർത്താവ് തന്നെ തന്നെ ശൂന്യനാക്കി തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു. മറിയം കാലത്തിൻ്റെ അടയാളം. നമ്മുടെ കുടുംബത്തിന് വിവിധങ്ങളായ തകർച്ചകൾ, നമ്മൾ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾ, എല്ലാവിധ ദുഃഖ ദുരിതങ്ങളെയും പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ, വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി ജനകോടികളിൽ കത്തിപ്പടരണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളായി മാറുവാൻ, അനേകം ആത്മാക്കൾക്ക് നമ്മുടെ ജീവിതം രക്ഷയുടെ അടയാളമായി രൂപപ്പെടുവാൻ കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സൈന്യ നിറയെ ഈ ആരാധന ശുശ്രൂഷയിലൂടെ രൂപപ്പെടുത്തണമേ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും, ഓരോ സഭാ സമൂഹത്തെയും ദൈവരാജ്യത്തിനായി ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. കാലത്തിന് അടയാളം തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങളിലേക്ക് പകരണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധിക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.